മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവ് മൂലം ഗുരുതരാവസ്ഥയിലായിരുന്ന യുവതി മരിച്ച സംഭവത്തിൽ ഇപ്പോൾ ബിജെപി നേതാവ് സംസാരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഒരു സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അതിൽ ശക്തമായിട്ടുള്ള അന്വേഷണം നടത്തി ഇനി മറ്റാർക്കും ഇങ്ങനെ ഒരു ഗതികേട്, കാരണം ഇവിടെ 2-3 ജില്ലകളിലെ 3000-ഓളം രോഗികൾ സ്ഥിരമായിട്ട് വരുന്ന ഹോസ്പിറ്റലാണിത്. എന്ന് പറഞ്ഞാൽ 10,000-കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ഒരു മെഡിക്കൽ കോളേജ്, പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ദരിദ്ര ജനതയ്ക്ക് പൂർണ്ണമായും ആശ്രയിക്കാവുന്ന ഒരു അഭയ കേന്ദ്രമാണ്. അപ്പോൾ അവിടെ വരുന്ന സമയത്ത് നമ്മൾ ഇവിടെ എത്തിയാൽ രോഗി രക്ഷപ്പെടുമെന്നാണല്ലോ എല്ലാവരും കരുതുന്നത്. അതിന് പകരം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കൂടുതൽ ആശങ്കയിലേക്കും ജീവൻ നഷ്ടമുള്ള ഭയത്തിലേക്കും നീങ്ങുന്നത് അത് അശാസ്യമായിട്ടുള്ള കാര്യമല്ല. സർക്കാരിൻ്റെ ശക്തമായിട്ടുള്ള ഇടപെടൽ ഞങ്ങൾ ഇന്നലെ സമരവുമായിട്ട് മുന്നോട്ട് പോയപ്പോഴും പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ തന്നെ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ഇവിടെ അനിവാര്യമാണ്. ഈ സത്യത്തിൽ ഈ മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനം താളം തെറ്റിയതുപോലെയാണ് നമുക്കെല്ലാവർക്കും തോന്നുന്നത്. അപ്പം അത് നേരെയാക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ, ശക്തമായിട്ടുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുകൂടി ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്.